കഴിഞ്ഞ എപ്പിസോഡിൽ പറയാൻ ബാക്കി വെച്ച വിശേഷങ്ങളുമായി സരിത നായർ വീണ്ടും. സർക്കാർ ചീഫ് വിപ്പ് പി.സി. ജോർജ് സരിത നായരുടെ എല്ലാ കാര്യങ്ങളും അറിയാമെന്ന് പറയുന്നു, അല്ലെങ്കിൽ ഫോർസി ചെയ്യുന്നു. ആ വിഷ്വല് എനിക്ക് കൃത്യമായിട്ട് അറിയാം, അതെവിടെയാണ്, ഞാൻ ഇത്ര ദിവസത്തിനുള്ളിൽ അത് വെളിപ്പെടുത്തും. എന്താണ് നിങ്ങൾ തമ്മിലുള്ള ഒരു കെമിസ്ട്രി? അങ്ങനെ ചോദിച്ചാൽ പ്രിൻസി എനിക്കൊരു പിടുത്തമില്ല. കുറച്ചു കാലം മുമ്പ് ഏറ്റവും കൂടുതൽ എന്നെ ഹറാസ് ചെയ്ത് സംസാരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പം ആ സാറ് പറഞ്ഞതിനൊന്നും എനിക്ക് പരാതിയില്ല. കാര്യം ഒരു കോൺഗ്രസിന്റെ വക്താവ് അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ ഒരു വിപ്പ് എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക്, ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ആരെ വേണമെങ്കിലും പരാമർശിക്കാനും എത്ര എക്സ്ട്രീമിൽ വേണമെങ്കിലും പോകാനും ഒരു വ്യക്തിക്ക് കഴിയും. അപ്പം അതിൽ എനിക്ക് പരാതിയും പരിഭവമൊന്നുമില്ല. പക്ഷെ ഇപ്പം പ്രിൻസി ചോദിച്ച എൻ്റെ വാട്സപ്പ് ദൃശ്യങ്ങൾ അതാരാ എടുത്തതെന്ന് ചീഫ് വിപ്പിന് അറിയാമെന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം അത് വെളിപ്പെടുത്തിയില്ല. ഞാനും വെയിറ്റ് ചെയ്തു, 23rd ഞാനും വെയിറ്റ് ചെയ്തു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഒന്നും വന്നില്ല. അപ്പോൾ സർക്കാർ ചീഫ് വിപ്പും സരിത നായരുടെ പേര് പറഞ്ഞിട്ട് പബ്ലിസിറ്റി നേടാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയൊന്നും എനിക്ക് പറയാൻ അറിയില്ല. മാണി സാറിനെ പറ്റി പറഞ്ഞു, പിന്നെ മുഖ്യമന്ത്രിയെ പറ്റി പറഞ്ഞു, ഇടയ്ക്ക് എന്നെ പറ്റി പറയുന്നു, വേറൊരു വ്യക്തിയെ പറ്റി പറയുന്നു. അതിപ്പം ഓരോരുത്തരുടെയും അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ കൂടുതൽ എനിക്ക് ഹിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കേസിന് മുമ്പ് പല പ്രാവശ്യം ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടായിട്ടുണ്ട്. മന്ത്രിയുമായിട്ടുള്ള ബന്ധത്തിന്റെ പേരിൽ എന്നെ കുറെ. ഗണേഷ് കുമാറിനെയാണോ ഉദ്ദേശിച്ചത്? അതെ, ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു. ഇല്ല, ഞാനിപ്പോൾ വിളിക്കാറില്ല. അപ്പം അവര് തമ്മിലുള്ള പൊളിറ്റിക്കൽ ഇഷ്യൂവിനകത്ത് എന്നെ ഒത്തിരി വലിച്ചിടാൻ നോക്കി. രാഷ്ട്രീയ കളിക്കിടയിലും സരിത ഇരയാക്കപ്പെട്ടു. രാഷ്ട്രീയ കളിക്കിടയിലാണ് ഞാൻ ഇരയാക്കപ്പെട്ടതെന്നുള്ളതാണ് വാസ്തവം. പി.സി. ജോർജ് ഇടയ്ക്കിടെ ഫോണിൽ വിളിക്കാറുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാറുണ്ട്, ചില വിഷയങ്ങൾ ചോദിക്കാറുണ്ട്. ഏത് വിഷയവുമായി ബന്ധപ്പെട്ടാണ് ചീഫ് ഇപ്പോൾ വിളിക്കാറുള്ളത്? ഇപ്പൊ ലേറ്റസ്റ്റ് വാട്സപ്പിന്റെ കാര്യം ചോദിച്ചിരുന്നു. ഫെനി ബാലകൃഷ്ണന് കൊടുത്ത മൊഴിയെ പറ്റി. കുറെ പേജസ് ഉള്ള മൊഴി, അത് തിരുത്തപ്പെട്ടു, അതാണോ? തിരുത്തപ്പെട്ടതിനെ പറ്റി ചോദിച്ചിട്ടില്ല. അതിനകത്ത് വിശദാംശങ്ങളെ പറ്റി ചോദിക്കാറുണ്ട്. അതെന്തിനാണ് ചീഫ് വിപ്പിന്? അദ്ദേഹത്തോട് ചോദിച്ചാലേ പറയാൻ പറ്റുള്ളൂ. അദ്ദേഹത്തിന്റെ ഇന്റൻഷൻ എനിക്കറിയില്ല. ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കാത്ത ഒരു വിഷയത്തെ പറ്റി നമ്മളിപ്പോൾ ചർച്ച ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഭീഷണി തരത്തിൽ എന്തെങ്കിലും സംസാരം ഉണ്ടായിട്ടുണ്ടോ? ഭീഷണി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അത് അറിയണം എന്ന് പറയുമ്പോൾ അതൊരു ഇതാണല്ലോ. ചീഫ് വിപ്പാണ് നമ്മുടെ അടുത്ത് ചോദിക്കേണ്ടത്. അദ്ദേഹത്തിന് അതിനെപ്പറ്റി അറിയണം എന്ന് പറയുകയാണെങ്കിൽ അതിന് നമുക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം ഇന്റർപ്രിട്ടേഷൻ. ഇപ്പം ഇന്നിപ്പം ഞാനിത് പറയുകയാണെങ്കിൽ നാളെ സരിതയെ ചീഫ് വിപ്പ് വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്നാവും. അപ്പം അത് തൽക്കാലം അങ്ങനെയുള്ള വിവാദങ്ങളില്ല. ചീഫ് വിപ്പ് വിളിച്ചിട്ടുണ്ടോ? ഇല്ല, അതിനെപ്പറ്റി ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നില്ല. തുടർച്ചയായ ഭീഷണി ഇല്ല. ഭീഷണി എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും സംസാരിക്കാറുണ്ട്. ഇല്ലാന്ന് പറയുന്നില്ല. ഈ വിഷയങ്ങളെ പറ്റി അതിന്റെ കാര്യങ്ങൾ അറിയണം എന്ന് പറഞ്ഞ് വിളിക്കാറുണ്ട്. ചുരുക്കി പറഞ്ഞ വിദ്യാസമ്പന്നയായ സ്ത്രീയാണ് സരിത നായർ എന്ന് വിശ്വസിക്കുന്നതാണ് എനിക്കിഷ്ടം. വിദ്യാസമ്പന്നയായ ശരാശരി സാമ്പത്തികമുള്ള ഒരു സ്ത്രീക്ക് കേരളം പോലൊരു സംസ്ഥാനത്ത് ബിസിനസ് ചെയ്യാൻ ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനത്തിന്റെ ആവശ്യമുണ്ട് എന്ന് കരുതുന്നുണ്ടോ? അങ്ങനെ സ്വാധീനത്തിന്റെ ആവശ്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. നമ്മൾ ഏത് ബിസിനസ്സാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്, ആ ബിസിനസിന്റെ നേച്ചർ അനുസരിച്ചായിരിക്കും നമ്മൾ ഇൻഫ്ലുവൻസ് നോക്കേണ്ടി വരിക. കസ്റ്റമർ ഓറിയന്റഡ് ആയിട്ടുള്ള ബിസിനസ്സാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് ഹറാസ്മെന്റ്സിന് കേരളത്തിലെ സ്ത്രീകൾക്ക് ചൂഷണത്തിന് കേരളത്തിലെ സ്ത്രീകൾ ഇടയാവുന്നുണ്ട്. പിന്നെ എപ്പോഴും ഒരു ആധിപത്യത്തിന്റെ, പുരുഷ ആധിപത്യത്തിന്റെ കീഴിൽ മാത്രമേ കേരളത്തിലെ സ്ത്രീകൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു പോയിന്റിലേക്ക് എത്താൻ വേണ്ടി ചിലർ ഡിമാൻഡ് ചെയ്യുന്നത് അവരുടെ ശരീരമായിരിക്കും, ചിലർ ഡിമാൻഡ് ചെയ്യുന്നത് പൈസയായിരിക്കും. അതായത് വിട്ടുവീഴ്ചകൾ നടത്തേണ്ടി വരും മിക്കപ്പോഴും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെ ഒരു അനുഭവം സരിത നായർക്കുണ്ടോ? ഇല്ല, നമ്മളത് ഒബ്സ്ട്രക്ട് ചെയ്യുമ്പോഴാണല്ലോ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകുന്നത്. ഒരാൾ ആവശ്യപ്പെടുമ്പോൾ നമ്മൾ അതിന് എന്താ പറയുക, വഴങ്ങി കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ അവിടെ പ്രശ്നങ്ങളില്ല. വഴങ്ങി കൊടുക്കാതെ വരുമ്പോഴാണ് അതിൽ എന്താ പറയുക പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്, അപവാദങ്ങൾ ഉണ്ടാവുന്നത്, അവരെ പറ്റി ഒളിഞ്ഞും തെളിഞ്ഞും മാറിയിരുന്ന് കുറേ സ്റ്റോറീസ് മെനയുന്നത്. ഇപ്പം ഉന്നത അധികാരങ്ങളിൽ ഇരിക്കുന്നവരുണ്ട്. ഇപ്പം നമ്മളൊരു സർട്ടിഫിക്കേഷന് പോകുന്നു, അപ്പോൾ അവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു ആളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെന്ന് റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ അവർക്ക് രണ്ട് രീതിയിൽ നമ്മളെ അപ്രോച്ച് ചെയ്യും. ഒരു 30% എങ്കിലും ഇങ്ങനെയുള്ള ഹറാസ്മെൻറ്റ് സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അവരുടെ ഫോൺ കോൾസ്, നമുക്കിഷ്ടമില്ലാത്ത സമയത്ത് നമ്മളെ വിളിച്ച് ശല്യപ്പെടുത്തുക, നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള മെസ്സേജ് അയക്കുക. അപ്പോൾ തിരിച്ചു പറഞ്ഞാൽ നമ്മളുടെ പേപ്പർ അവരുടെ കയ്യിലിരിക്കുന്നു എന്നുള്ള ഒരു വലിയൊരു സംഭവം നമ്മളെ വിട്ടുവീഴ്ചയ്ക്ക് പ്രേരിപ്പിക്കും. അങ്ങനെയുള്ള സംഭവങ്ങളിലൂടെ കടന്നുപോയിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. അനാവശ്യമായ ഫോൺ കോൾസ് നമ്മൾ പല സമയത്തും എൻ്റർടൈൻ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് അബ്ദുള്ള കുട്ടി മോശമായി പെരുമാറി, എന്താണ് അതിൻ്റെ അടിസ്ഥാനം?
അതും ഇത് തന്നെയാണ്, ചൂഷണം തന്നെ. അബ്ദുള്ളക്കുട്ടിയുമായി സരിതാ നായർക്കുള്ള ബന്ധം എന്താണ്? എനിക്ക് ബന്ധം എന്ന് പറഞ്ഞാൽ ഈ കണ്ണൂർ MLA എന്നുള്ള ബന്ധത്തിലാണ് ആദ്യം കണ്ണൂർ MLA എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് കയറി ഒരു പ്രോജക്ട്സ് കൊടുത്തൊരു വ്യക്തിയല്ല. വേറൊരു പൊളിറ്റിക്കൽ സുഹൃത്ത് നമ്മൾ സോളാറിൻ്റെ ബിസിനസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നെയാണ് ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്യുന്നത്. വിളിച്ചു, നമ്മളൊരു പ്രോജക്റ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ കണ്ണൂർ പോയി, അവിടുത്തെ സൈറ്റ് ഇവാലുവേറ്റ് ചെയ്തു. സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പ്രോജക്ട്സ് ആയിരുന്നു. സൈറ്റ് ഇവാലുവേറ്റ് ചെയ്തു. അപ്പോഴൊക്കെ നല്ല പെരുമാറ്റമാണ്. എത്ര രൂപയുടെ പ്രോജക്റ്റ് ആണത്? സംവട്ട് 60 lakhs ഒരു പ്രോജക്റ്റാണ് വന്നത്. സ്ട്രീറ്റ് ലൈറ്റ് പ്രോജക്റ്റാണ് വന്നത്. അബ്ദുള്ളക്കുട്ടി നേരിട്ടാണോ സംസാരിച്ചത്? അതെ അതെ അതെ. അപ്പം നല്ല ഇൻട്രാക്ഷൻ ആയിരുന്നു. ഞാൻ പ്രോജക്റ്റ് പ്രിപ്പയർ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. പക്ഷേ എൻ്റെ നമ്പർ പുള്ളിയുടെ കയ്യിൽ കിട്ടിയതുകൊണ്ട് പിന്നെ എനിക്ക് സൗകര്യമില്ലാണ്ടായി. പിന്നെ നമ്മൾ ദേഷ്യപ്പെട്ടു. എന്നുവെച്ചാൽ കുറച്ച് ലിമിറ്റ് കഴിയുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് ഈ പ്രോജക്റ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളൊരു സിറ്റുവേഷനിലോട്ട് വന്നപ്പം നമ്മൾ ദേഷ്യപ്പെട്ടപ്പം സോറി പറഞ്ഞു. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളും ചിന്തിക്കുമല്ലോ, അസംബ്ലി നടക്കുന്ന സമയത്താണ് കൂടുതൽ പ്രോജക്ട്സും വന്നിട്ട് അപ്രൂവൽ ആവുന്നത്. അപ്പം അങ്ങനെ പ്രോജക്ട്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചു വരുത്തുമായിരുന്നു. പ്രോജക്റ്റ് കൊടുക്കാൻ അബ്ദുള്ളക്കുട്ടിയുടെ ഓഫീസിൽ പോയാൽ പോരെ? മസ്കറ്റ് ഹോട്ടലിൽ ഇല്ല, അത് അവിടെ ഒരു ഇതുണ്ട്. കാര്യം ഇദ്ദേഹത്തിന്റെ ഓഫീസ് കണ്ണൂരാണ്. ഇദ്ദേഹം MLA ഹോസ്റ്റലിലല്ല എന്ന് പറഞ്ഞു. നമ്മൾ ചോദിച്ചു MLA ഹോസ്റ്റലിൽ വന്നാൽ പോരേന്ന് ചോദിച്ചു. ഞാൻ MLA ഹോസ്റ്റലിൽ ഇതിന് മുമ്പ് പോയിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ തന്നെ ഓഫീസിൽ പോയിട്ടുണ്ട് ഇതിൻ്റെ ഡൗട്ട് ക്ലിയർ ചെയ്യാനൊക്കെ. അപ്പോൾ അന്ന് പിന്നെ മസ്കറ്റ് ഹോട്ടലിലാണ് ഉള്ളതെന്ന് പറഞ്ഞു. ഇപ്പോൾ ഒത്തിരി പേരുണ്ടെന്ന് പറഞ്ഞു. കുറേ പേര് ഇതുപോലെ നിവേദനം കൊടുക്കാനും എല്ലാവരും അവർ വന്നിട്ടുണ്ട്. അപ്പോൾ വന്ന ഉടനെ വിടാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അവിടെ പോകുന്നത്. PA സംസാരിക്കുന്നുണ്ട്, സാറും തിരക്കിലാണ്, വന്ന ഉടനെ പോകാമെന്ന് പറഞ്ഞുകൊണ്ടാണ്. മേ ബി അറിയാമായിരിക്കും. കാര്യം ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ വ്യക്തി പിന്നെ അകത്തേക്ക് വന്നു, ഞാൻ ഊണ് കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് വളരെ ഇതായിട്ട് പോവുമായിരുന്നു. എന്താണെന്ന് മസ്കറ്റ് ഹോട്ടലിൽ സംഭവിച്ചത് അത് പറയണോ പ്രിൻസി? അതിനുശേഷം അബ്ദുള്ളക്കുട്ടിയുമായി ഫോണിൽ സംസാരിച്ചോ? സംസാരിച്ചു. കേസ് ആയപ്പോഴത്തേക്കും വിളിച്ച് ഭീഷണിപ്പെടുത്തി. എന്തായിരുന്നു ഭീഷണി? എൻ്റെ പേര് പറയരുത്, നടന്നൊന്നും പറയരുതെന്ന് പറഞ്ഞു. എനിക്ക് മെസ്സേജ് അയച്ചു. ഏതെങ്കിലും തരത്തിലുള്ള ഒത്തുതീർപ്പുകളൊന്നും സംസാരിച്ചില്ല. പണം വാഗ്ദാനം ചെയ്തോ? ഇല്ല, ഒന്നുമില്ല. ഭീഷണിയാണ് സംസാരിച്ചത്, പറയരുതെന്ന് പറഞ്ഞിട്ട്. ഊർമിള ഉണ്ണിയുടെ മകൾക്ക് ടീം സോളാറിന്റെ ബ്രാൻഡ് അംബാസഡർ ആയി എന്നൊരു വാർത്ത ഉണ്ടായിരുന്നു. ആ വാർത്ത ശരിയായിരിക്കാനാണ്? ഊർമിള ഉണ്ണിയുടെ മകൾ ഉത്തര ഉണ്ണി കമ്പനിയുടെ ബ്രാൻഡ് അംബാസഡർ ആയിരുന്നു. അവർ ബ്രാൻഡ് അംബാസഡറിന്റെ ഫീസ് വാങ്ങിച്ചിട്ടുണ്ട്, കമ്പനിയിൽ നിന്ന് ബെനിഫിറ്റ്സ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ബിജു രാധാകൃഷ്ണൻ അല്ലാതെയും അവരെ പേഴ്സണലി ഒത്തിരി പ്രാവശ്യം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈവൻ എൻ്റെ കമ്പനി ക്രൈസിസിലാവുന്ന സമയത്ത് അവർ എന്ന് വെച്ചാൽ ഇയാൾ അബ്സ്കോണ്ട് ചെയ്ത സമയത്ത് പോലും അവർ മീറ്റ് ചെയ്യുകയും പണം വാങ്ങിക്കുകയും ചെയ്തിട്ടുണ്ട്. തുഷാർ വെള്ളാപ്പള്ളിയുമായിട്ടുള്ള ബന്ധം ഒന്ന് പറയാമോ? ഒരു സ്റ്റേജിൽ വെള്ളാപ്പള്ളിക്കെതിരെ ആഞ്ഞടിക്കുക വരെ ഉണ്ടായി. വെള്ളാപ്പള്ളി സാർ ആണെങ്കിൽ ഇപ്പം ആക്ച്വൽസ് മനസ്സിലാക്കാതെ പ്രതികരിച്ചതിൻ്റെ പ്രശ്നമാണ് അദ്ദേഹത്തിന്. എന്ന് വെച്ചാൽ സോളാർ കേസ് എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല, പകരം അതിനകത്ത് എങ്ങനെ രാഷ്ട്രീയം കാണാമെന്നാണ് പുള്ളി നോക്കിയത്. അപ്പം അത് അദ്ദേഹത്തിൻ്റെ മകൻ കണ്ടിന്യൂ ചെയ്തു പോയി. അപ്പം വെള്ളാപ്പള്ളി സാർ പറഞ്ഞു ടീം സോളാർ അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു. തുഷാർ വെള്ളാപ്പള്ളിക്ക് ടീം സോളാറുമായി ബന്ധമുണ്ടോ? തുഷാർ വെള്ളാപ്പള്ളി ടീം സോളാറുമായിട്ട് കോൺട്രാക്ട് സൈൻ ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. ബിജു രാധാകൃഷ്ണനും ഷാലു മേനോനും ടീം സോളാറിൻ്റെ പേര് യൂസ് ചെയ്ത് ഒരു ബന്ധം സ്ഥാപിച്ചത് തുഷാർ വെള്ളാപ്പള്ളിയുമായിട്ടാണ്. അപ്പം അവർ പിന്നെ ഡീലർഷിപ്പ് എഗ്രിമെൻറ്റ് പ്ലസ് ഒരു സോളാർ പവർ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഒരു എഗ്രിമെൻ്റ് പ്രിപ്പയർ ചെയ്തു. അപ്പം എനിക്ക് വെള്ളാപ്പള്ളി നടേശൻ സാർ പറഞ്ഞു ഇതുമായിട്ട് ബന്ധമില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാനത് ഫെനി ബാലകൃഷ്ണയിൽ അതിൻ്റെ ഒറിജിനൽ ഡോക്യുമെൻസും ഉണ്ട്, അതായത് ടീം സോളാറുമായിട്ട് തുഷാർ വെള്ളാപ്പള്ളി ബന്ധപ്പെട്ടിരുന്നു എന്നുള്ളതിന്. അപ്പം അതിനുശേഷം നമ്മളത് TV-യിൽ പറഞ്ഞപ്പോൾ പുള്ളി അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ എടുത്തത് വേറൊരു ലെവലിലാണ്. അതായത് നമ്മൾ പറയുന്നത് ഒഫീഷ്യൽ റിലേഷൻഷിപ്പിനെ പറ്റി പറഞ്ഞപ്പം അദ്ദേഹം എടുത്തത് ഒരു വളരെ മോശമായ രീതിയിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പ്. അപ്പോൾ അങ്ങനെ പോലും ഇത്രയും സമുന്നതനായ ഒരു പിന്നെ സമുദായ സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന തുഷാർ വെള്ളാപ്പള്ളിക്ക് ഒരു ചെറിയ കാര്യങ്ങൾ പോലും ശരിയായ രീതിയിൽ ഇൻ്റർപ്രിട്ടേഷൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇത്രയും വലിയ സമൂഹത്തെ എങ്ങനെ നയിക്കാൻ പറ്റും? വെള്ളാപ്പള്ളി നടേശൻ സാറ് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് വാസവദത്തയുടെ അവസാനമാണെന്ന് പറഞ്ഞു. വാസവദത്തയുടെ അവസാനം അറിയാമായിരിക്കും, അതായത് വെട്ടിയെറിഞ്ഞാണ് അവരെ കൊല്ലുന്നത്. അതിനുശേഷം അദ്ദേഹം എന്തൊക്കെ അതിനുവേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ടെന്നുള്ളത് എൻ്റെ മനസ്സിലിരിക്കുന്നതേ ഉള്ളൂ. നമ്മളതിൻ്റെ പേരിൽ എന്താ പറയുക ഒരു വിവാദങ്ങൾ ഉണ്ടാക്കാൻ പോകാത്തത് കൊണ്ട് ഞാൻ റീസെൻ്റായിട്ട് വന്ന എനിക്കെതിരെയുള്ള വധശ്രമങ്ങളിൽ പോലും ഞാൻ അതിനകത്ത് ഒരു കാര്യത്തിനും ഒരു പ്രൊവോക്കേഷനോ ഞാൻ പോയിട്ടില്ല. ഈ വധശ്രമങ്ങൾക്ക് പിന്നിൽ വെള്ളാപ്പള്ളി ഉണ്ടോ? അതെ, അത് നമുക്ക് പല സോഴ്സിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷനാണ്. SNDP യൂത്ത് മൂവ്മെൻ്റ് ആണ് അതിൻ്റെ പിന്നിലെന്നുള്ളത്. കൊല്ലപ്പെടുമെന്നൊരു പേടിയുണ്ടോ?
കൊല്ലപ്പെടുമെന്ന് പേടിയൊന്നുമില്ല. കൊല്ലപ്പെടുകയാണെങ്കിൽ എപ്പോഴേ ചെയ്യാമായിരുന്നു. ധൈര്യമുള്ളവർ കേരളത്തിലുണ്ടായിരുന്നെങ്കിൽ എന്നെ കൊല്ലാമായിരുന്നു. കാര്യം ഞാൻ അത്രയ്ക്ക് പബ്ലിക്കിന് മുമ്പ് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. സുഹൃത്തുക്കളെ സഹായിക്കുന്നു എന്ന് പറഞ്ഞു. അത് കടമായിട്ടാണോ സഹായിക്കുന്നത്? ഏത് തരത്തിലുള്ള സഹായമാണ്? ഇല്ല, കടമായിട്ട് സഹായിക്കുന്നവരുണ്ട്. അല്ലാതെ പഴയ കാലത്ത് സഹായിച്ചതിന്റെ കടപ്പാടിൽ അവർ വോളണ്ടറി സഹായിക്കുന്ന സുഹൃത്തുക്കളുണ്ട്. ഇന്ത്യക്കകത്തുള്ളവരും പുറത്തുള്ളവരാണ് കൂടുതലും സഹായിക്കുന്നത്. സുഹൃത്തുക്കളോ പെൺ സുഹൃത്തുക്കളോ? കൂടുതലും പെൺ സുഹൃത്തുക്കളാണ്. ആണുങ്ങളും ഉണ്ടയില്ല എന്ന് പറയുന്നില്ല. കാര്യം അവരുടെ മിക്കവരുടെ ഹസ്ബൻഡ്സും ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ടാണല്ലോ അവർക്കത് ചെയ്യാൻ പറ്റുന്നത്. ബന്ധുക്കളെക്കാൾ അധികം സുഹൃത്തുക്കൾ സരിതയെ സഹായിക്കുന്നു. തീർച്ചയായിട്ടും ബന്ധുക്കൾ സഹായിക്കുന്നതേ ഇല്ല. അതുകൊണ്ട് ബന്ധുക്കളുടെ സഹായം എന്ന് പറഞ്ഞിട്ട് ഞാനൊന്നും വാങ്ങിക്കാറില്ല. ഒരു സെലിബ്രിറ്റി പരിവേഷം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? സ്വയം തോന്നുന്നുണ്ടോ എനിക്കൊരു താരപരിവേഷം കിട്ടുന്നു? അങ്ങനെ തോന്നുന്നില്ല. പക്ഷേ ആൾക്കാർ നമ്മൾ പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. അല്ലാതെ അതിനൊരു സെലിബ്രിറ്റി എന്നുള്ളൊരു സരിത ചെല്ലുന്നിടത്തല്ല ആളുകൾ കൂടുന്നു, ഓട്ടോഗ്രാഫ് വാങ്ങുന്നു, ഷെയ്ക്ക് ഹാൻഡ് തരുന്നു. അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ചിന്തിച്ച് നോക്കിയതിൽ എനിക്ക് തോന്നിയത് ഇത്രയും പ്രശ്നങ്ങൾ വന്നപ്പം ഒരു എല്ലാ സ്ത്രീകളും ചെയ്യാൻ ആഗ്രഹിച്ചതിൻ്റെ ഒരംശം അത്രേ ഞാൻ പറയുന്നുള്ളൂ. അതായത് പലരും പല രീതിയിൽ ഇതിന് ഇങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് മനസ്സിൽ പല കാര്യങ്ങളോടും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിലൊരംശം ഒരാൾ ചെയ്ത് കണ്ടപ്പം ഉള്ള ഒരു അഡ്മിറേഷൻ എന്ന് മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് ഏറ്റവും ഇഷ്ടമെന്ന് എവിടെയോ പറഞ്ഞതുപോലെ ഓർക്കും. അതെ അതെ, അത് അങ്ങനെയാണെന്ന് ചോദിച്ചാൽ അങ്ങനെ തന്നെയാണ്. അതിന്റെ പേരിൽ ഇനി വിവാദം വന്നാലും എനിക്കൊന്നുമില്ല. ഈ പ്രശ്നങ്ങളെല്ലാം വരുമ്പം സാധാരണഗതിയിൽ ഒരു പൊളിറ്റീഷ്യൻസിന് ഉണ്ടാകുന്ന ഒരു ഷിവറിങ് ഉണ്ടല്ലോ. ഷിവറിങ് ചിലപ്പോൾ ഉള്ളിലുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാൽ പോലും ഒരു പ്രാവശ്യം പോലും അത് ഫ്രണ്ട് ലൈനിൽ എക്സ്പ്രസ് ചെയ്ത് കാണിക്കാത്ത ഒരു ചുരുക്കം ചില പൊളിറ്റീഷ്യൻസിൽ ഒരാളാണ് ഉമ്മൻചാണ്ടി സാർ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു കറേജിന് നമ്മളൊരു മാർക്ക് കൊടുക്കണം. മറുനാടൻ മലയാളി എന്ന് പറയുന്ന ഒരു ഓൺലൈൻ പത്രം, അതില് എഡിറ്ററെ വിളിച്ച് അസഭ്യം പറഞ്ഞു, ചീത്ത പറഞ്ഞു. മറുനാടൻ മലയാളി എന്ന് പറയുന്ന പത്രം കുറേ ദിവസങ്ങളായിട്ട് ഞാൻ നല്ല രീതിയിൽ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അവിടെ ഞാൻ അസഭ്യമായ യാതൊരു വാക്കുകളും യൂസ് ചെയ്തില്ല. അങ്ങനെ അസഭ്യത പറയണം എന്നുണ്ടെങ്കിൽ നാട്ടുകാരെ മൊത്തം എപ്പോഴേ പറയാം, മിക്കവരെയും പറയാം, എന്നെ എന്തെല്ലാം പറയുന്നു. പക്ഷേ ഞാൻ അങ്ങനെയല്ല. അതിൻ്റെ റെക്കോർഡിംഗ് ആയിട്ടുള്ള വിഷയമാണ്. അതായത് എൻ്റെ ഫോൺ കോളിൽ ഒരു ഫോണിൽ നിന്ന് വിളിക്കുന്നതെല്ലാം എല്ലാ കോൾസും റെക്കോർഡിംഗ് ആണ്. അപ്പം ഞാൻ വിളിച്ച ആളുടെ പേര് പറയാമോ? സ്കറിയ, ഷാജൻ സ്കറിയ. യെസ്, ഷാജൻ സ്കറിയ എന്നാണ് പേര്. അപ്പം ഞാൻ 2 ദിവസമായിട്ട് പുള്ളിയെ വിളിക്കുന്നതെന്ന് വെച്ചാൽ ഏഷ്യാനെറ്റിൽ ഒരു പ്രോഗ്രാം വന്നപ്പം വളരെ മോശമായിട്ട് എന്നെ പറ്റി എഴുതിയപ്പം ഞാൻ ഈ പറഞ്ഞ ഷാജൻ സ്കറിയെ വിളിച്ച് ഞാൻ പറഞ്ഞു. അതായത് ഷാജൻ അത് ഷാജൻ അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ള റിപ്ലൈ ആണ് തന്നത്. ഞാൻ ആ ലേഖനം ഞാൻ കണ്ടിരുന്നില്ല. ഞാൻ കാണാത്ത ലേഖനമായതുകൊണ്ടായിരിക്കും അവർ മോശമായി പബ്ലിഷ് ചെയ്തത്. ഞങ്ങൾ അങ്ങനെ യൂസ് ചെയ്യുന്ന വേർഡ്സ് ഒന്നും യൂസ് ചെയ്യുന്നവരല്ല എന്നുള്ള ഒരു മറുപടിയാണ് എനിക്ക് കിട്ടിയത്. ഞാൻ സാറ്റിസ്ഫൈഡ് ആയി. ഇനി അങ്ങനെ നോക്കിയിട്ടേ ഇടുകയുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നെപ്പറ്റി നെഗറ്റീവ് എഴുതരുതെന്നല്ല ഞാൻ പറഞ്ഞത്. എഴുതാം, പക്ഷെ അതിനൊരു ലാംഗ്വേജ് ഉണ്ട്. ഏതൊരാളെ പറ്റിയിട്ട് എഴുതുന്നതിനും ഒരു ലാംഗ്വേജ് ഉണ്ട്. ഇപ്പം നമ്മുടെ പബ്ലിക് എന്ന് പറഞ്ഞാൽ കുറച്ച് പേര് ഇങ്ങനെയുള്ള വാക്കുകളിൽ ആനന്ദം കൊള്ളുന്നവരാണ്. അവരെ മാത്രം പോയിന്റ് ഔട്ട് ചെയ്ത് എവരെയൊക്കെ സ്ട്രീം ലൈൻ ചെയ്യുന്ന രീതിയിലൊരു ലാംഗ്വേജ്, ഒരു പൈങ്കിളി ലാംഗ്വേജ് എഴുതുന്നത്, അതിനകത്ത് എൻ്റെ പേര് വരുന്നത് എനിക്ക് മോശമാണെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ അയാളുടെ അടുത്ത് പറഞ്ഞു. അപ്പം അത് കേൾക്കാൻ തയ്യാറായില്ല. രണ്ടാമത് പിന്നെയും അതിൻ്റെ അടുത്ത ദിവസം ഇല്ലാത്ത കഥ എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് ഞാൻ പ്രിൻസിയോട് പറയാണ്, ഇങ്ങനൊരു സംഭവം എൻ്റെ ലൈഫിൽ ഇന്നേ വരെ നടന്നിട്ടില്ല. ഇന്നേ വരെ നടക്കാത്തൊരു കഥയ്ക്ക് എൻ്റെ പേരും ഏതൊക്കെയോ രാഷ്ട്രീയ പാർട്ടിയുടെ പേരില്ല. അതായത് അപ്പുറത്തെ ലിങ്ക് ചേർത്തിരിക്കുന്ന കക്ഷിക്ക് പ്രബലനായ രാഷ്ട്രീയ നേതാവിൻ്റെ മകൻ എന്ന് മാത്രമേ ഉള്ളൂ. ഈ പ്രബലനായ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് എല്ലാ മക്കളുണ്ട്. പേരില്ലാത്ത കുറേ പേരുടെ പേര് ചേർത്ത് അതിനകത്ത് വ്യക്തിപരമായ പേര് ചേർത്തിരിക്കുന്നത് സരിത എന്ന് മാത്രമാണ്. ഷാജൻ സ്കറിയ എൻ്റെ കൂടെ വന്നിട്ടില്ല ഇങ്ങനൊരു വിഷയം പറയാൻ വേണ്ടിയിട്ട് ആധികാരികമായി സംസാരിക്കാൻ. ചില സോഴ്സിൽ നിന്ന് കിട്ടി. എങ്ങനെയുള്ള സോഴ്സാണത്? അപ്പോൾ ആ സോഴ്സിന്റെ റിലയബിലിറ്റി എന്താണ്? അതായത് വാർത്തയ്ക്ക് വേണ്ടി സരിത വാർത്തയാക്കപ്പെട്ടു. അതെ, അയാളുടെ പബ്ലിസിറ്റിക്ക് വേണ്ടി, ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടി, അങ്ങനെ ഞാൻ പറയുള്ളൂ. ഇതൊരു നല്ല പബ്ലിസിറ്റി ആണെന്ന് പറയില്ല. അങ്ങനെ അയാൾ ഒരു കൂട്ടം ഇക്കിളിപ്പെടുത്തുന്ന ആരാധകരെ കിട്ടാൻ വേണ്ടിയിട്ട് എഴുതി ചേർത്ത ഒരു കഥ. ആ കഥയ്ക്ക് ബേസ് ഇല്ല, ഒന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു കഥ എഴുതിയപ്പം സ്വാഭാവികമായിട്ടും പ്രിൻസി ആണെങ്കിൽ എന്ത് ചെയ്യും ആ രീതിയിൽ ഞാൻ ചെയ്തോളൂ. ഞാൻ രാത്രി മുതൽ ഇത് വായിച്ച സമയം തൊട്ട് 7-8 പ്രാവശ്യം ഇയാളെ കണ്ടിന്യൂസ് റിങ് ചെയ്തു. പക്ഷേ ഇയാൾ ഫോൺ അറ്റൻഡ് ചെയ്തില്ല. പിറ്റേ ദിവസം ഞാനൊരു 7:30 തൊട്ട് ഒരു 3 പ്രാവശ്യം റിങ് ചെയ്തു. ഇയാൾ ഫോൺ അറ്റൻഡ് ചെയ്തില്ല. അതിനുശേഷം എന്നെ തിരിച്ചു വിളിക്കുന്ന ഒരു 10 മണിയായപ്പം. അപ്പം ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്തപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ കണ്ടില്ല, രാവിലെ കോൾസ് ഒന്നും കണ്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കൊന്നും പറയാനില്ല. ഞാൻ ആദ്യം പറഞ്ഞ സെൻറ്റൻസ് എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞു. അല്ല എന്തിനാ വിളിച്ചേ എന്ന് പറഞ്ഞു.
അപ്പം ഞാൻ മനുഷ്യ ഒരു മിനിറ്റ് ഞാൻ അങ്ങോട്ട് തിരിച്ചു വിളിക്കാം. അപ്പോൾ എനിക്ക് വേറൊരു കോൾ വന്ന് ഞാനത് കട്ട് ചെയ്ത് ഞാൻ തിരിച്ചു വിളിക്കുവാണ്. തിരിച്ചു വിളിച്ചപ്പം ഇയാൾ അടുത്ത് ഞാൻ ചോദിച്ചു, എന്താണ് നിങ്ങൾ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്, ഏത് സോഴ്സാണത്, അങ്ങനെ പറഞ്ഞത് ആരാണ്? ഷാജിൻ അറിയില്ലാതെ എഴുതിയ വേറൊരാൾ പറഞ്ഞാണെന്ന് പറഞ്ഞു. അപ്പോൾ ആരാ പറഞ്ഞത്? അത് പറയേണ്ട ആവശ്യമില്ല, അത് അങ്ങനെ റിലയബിൾ സോഴ്സാണ്, മറിച്ചതാ നിങ്ങൾ അങ്ങനെ എഴുതിയെന്ന് വെച്ചിപ്പോൾ എന്താ, നിങ്ങൾ വലിയ ആളാണോ, നിങ്ങൾ പിന്നെ നല്ല ലേഡിയാണോ, അങ്ങനെ എഴുതിയെന്ന് വെച്ച് നിങ്ങൾക്ക് എന്താ എന്ന് പറഞ്ഞു. അപ്പം ഈ നാട്ടിൽ നല്ലതല്ലാത്ത ഏത് ലേഡീസിനെ പറ്റി വേണമെങ്കിലും ഷാജിൻ സ്കറിയയ്ക്ക് എപ്പോൾ വേണമെങ്കിലും എഴുതാം, ആരെ ചേർത്ത് വേണമെങ്കിലും, അത് ചോദ്യം ചെയ്യരുതെന്നല്ലേ അർത്ഥം. അപ്പം എനിക്ക് ദേഷ്യം വന്നു. ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളെന്ന് വിളിച്ചു, നീയെന്ന് പറഞ്ഞു, ഇതൊക്കെ പറഞ്ഞത് തന്നെയാണ്. അതിനപ്പുറം ഒരു അസഭ്യമായ വാക്കുകൾ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. കാര്യം എൻ്റെ റെക്കോർഡിക്കലായിട്ട് വോയിസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. വോയിസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഷാജിൻ സ്കറിയ ഇങ്ങോട്ട് പറഞ്ഞത് ഫുള്ളുണ്ട്, അതിൽ അസഭ്യമുണ്ട്. സോളാറിന് മുമ്പുള്ള ജീവിതവും സോളാർ വിഷയത്തിന് ശേഷമുള്ള ജീവിതവും എങ്ങനെ വിലയിരുത്തും? രണ്ട് രീതിയിൽ പറയാം. അതായത് സോളാറിന് മുമ്പ് ശരിക്കും പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു ജയിൽ പോലത്തെ ഒരു ലൈഫായി ശരിക്കും പറഞ്ഞാൽ ഞാൻ ലീഡ് ചെയ്തിരുന്നത്. പക്ഷേ 18 വയസ്സ് വരെ ഞാൻ ഹാപ്പി ആയിരുന്നു. ഒരു വിവാഹം കഴിച്ച ആ സമയത്ത് ഭയങ്കരമായി ഞാൻ ബുദ്ധിമുട്ടി. രണ്ടാമത് ഒരു കമ്പനിയുടെ ഒരു 20,000 രൂപയുടെ കടത്തിൻ്റെ പേരിലാണ് ബിജു രാധാകൃഷ്ണൻ്റെ കമ്പനി ജോലിക്ക് പോകേണ്ടി വന്നത്. ഈ പറഞ്ഞ വിഷയങ്ങളെല്ലാം കഴിഞ്ഞ് ആ 20,000 രൂപ ഒരിക്കലും കൊടുത്ത് അയാൾ തീർക്കാൻ പറ്റിയിട്ടുമില്ല, അയാളുടെ ട്രാപ്പിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനും പറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനെ അത് ഒരു ശരിക്കും പറഞ്ഞാൽ ഞാൻ ആക്ച്വലി കഴിഞ്ഞ ജയിലിനേക്കാൾ 10 ഇരട്ടി ദുരിതം പിടിച്ച ഒരു ലൈഫാണ് ആ ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ലൈഫിനേക്കാൾ ഇപ്പം ഞാൻ കുറച്ചുകൂടെ ബ്രീത്തിങ് ലൈഫ് ലീഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് പ്രോബ്ലംസ് ഇല്ലയെന്നില്ല, ഞാൻ ഒത്തിരി വിഷയങ്ങൾ ഞാൻ ഇപ്പോഴും ഫേസ് ചെയ്യുന്നുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. ഡേ ടു ഡേ ലൈഫിൽ ഒത്തിരി കാര്യങ്ങൾ ഞാൻ ഫേസ് ചെയ്യുന്നുണ്ട്. എനിക്കിപ്പോൾ ഇത്തിരി സ്വൈര്യമുള്ള സ്ഥലമാണ്. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ സ്വൈര്യത കുറവെന്നല്ല ഞാൻ പറയുന്നത്, എന്നാലും നമ്മൾ ഫേസ് ചെയ്യുന്നതിൻ്റെ ഒരു സ്ട്രെയിൻ ഉണ്ട്. പക്ഷേ ഒരിക്കലും ബിജു രാധാകൃഷ്ണൻ്റെ കൂടെ ലീഡ് ചെയ്ത ലൈഫിൻ്റെ അത്രയും പ്രശ്നങ്ങൾ എനിക്കില്ല. ഡ്രസ്സിങ് അല്ലെങ്കിൽ മേക്ക് ഓവർ മൊത്തത്തിൽ ഒരു അട്രാക്ഷൻ ആണ് പുരുഷന്മാർക്ക്. ഞാൻ എന്ന വ്യക്തിയെ ആളുകൾ ശ്രദ്ധിക്കാനും അട്രാക്ട് ചെയ്യാനുള്ള ഒരു റീസൺ എൻ്റെ ഒരു അപ്പിയറൻസ് ആണ് എന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെയില്ല. ഞാൻ 18 വയസ്സ് മുതൽ സാരി ഉടുത്ത വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും യോജിച്ച വസ്ത്രം എന്ന് പറയുന്നത് സാരിയാണ്. അപ്പോൾ സാരി എങ്ങനെ ഉടുക്കാൻ പറ്റും, എങ്ങനെ നന്നായിട്ട് ഉടുക്കാൻ പറ്റും എന്നുള്ളത് ഇപ്പം നമ്മൾ എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഏത് ഡ്രസ്സ് ഇട്ടാലും നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് കോൺഫിഡൻസ് തരുന്ന ഏത് ഡ്രസ്സും, അത് ജീൻസ് അന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്, നമുക്ക് ചേരുന്ന നമ്മുടെ കോൺഫിഡൻസ് തരുന്ന ഏത് ഡ്രസ്സും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി തന്നെയല്ലേ നമ്മൾ ധരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ സജീവമാണോ? ഫേസ്ബുക്കിൽ ഇടയ്ക്കുണ്ടായിരുന്നു, പക്ഷേ ഫേസ്ബുക്കിലെ കമൻസ് വായിച്ച് ഞാൻ മടുത്തു. കാര്യം കേരളത്തിൽ നല്ല കാര്യങ്ങൾ പറഞ്ഞാലും ഒരിക്കലും നമുക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു കമൻസ്, അപ്പോൾ കമൻസിന് മറുപടി പറയാൻ വേണ്ടി ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് വേണ്ടാന്ന് എനിക്ക് തോന്നി. ഇപ്പം ഞാനൊരു ഫേസ്ബുക്ക് പേജ് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ അതിനകത്ത് ഞാൻ വളരെ റെസ്ട്രിക്റ്റ് ചെയ്ത് മാത്രമേ ആൾക്കാരെ ഇത് ചെയ്യുന്നുള്ളൂ. എനിക്ക് വേണ്ടാന്ന് തോന്നുന്നവരെല്ലാം ഞാൻ ബാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ഫേസ്ബുക്ക് പേജ് ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ തുടങ്ങിയിട്ടുണ്ട്. ഫേക്ക് IDs ഒരു 10-18 എണ്ണം ഉണ്ട്. അത് കാര്യമില്ല, അതിനകത്ത് എന്തൊക്കെയാണ് വരുന്നതെന്ന് ഞാൻ നോക്കാറ് പോലും ഇല്ല. ഈ വാട്സപ്പ് വിഷ്വൽസ് അത് പുറത്ത് വന്നതിന് ശേഷം സമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ് പുറത്തൊക്കെ പോകുമ്പോൾ? ശരിക്കും പറഞ്ഞാൽ പ്രിൻസി, എനിക്ക് നെഗറ്റീവായിട്ടൊന്നും എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ ഒബിയസ്ലി ഒരു ക്യൂരിയോസിറ്റി എല്ലാവർക്കും ഉണ്ടാവും. അതായത് ഇങ്ങനെ വാട്സപ്പിൽ വന്ന ഒരു പെൺകുട്ടി അപ്പോൾ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ എന്തായിരിക്കും, കുറച്ച് പേര് ഓടി വന്ന് കാണാൻ ശ്രമിക്കും, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ എന്നും എൻ്റെ അടുത്ത് മോശമായി ഒരാൾ പോലും ഒരു വാക്കും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. വാട്സപ്പിലെ വിഷ്വൽസ് എല്ലാം കണ്ടിരുന്നോ? ദൃശ്യങ്ങളെല്ലാം ഞാൻ ഈയിടെ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് കണ്ടിരുന്നു, അല്ലാണ്ട് ഞാൻ നോക്കിയില്ല. എൻ്റെ ഫോണിലേക്ക് അയക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സെൽഫി മോഡിലുള്ള പിക്ചറൈസേഷൻ ആണ് അതിൻ്റേത്. അതിൽ 3 എണ്ണം മോർഫിഡാണ്. സയന്റിഫിക്കലി ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. അത് മോർഫിഡ് എന്ന് പറഞ്ഞ് ഇൻഫർമേഷൻ വന്നിട്ടുണ്ട്. അപ്പം അത് മോർഫിഡാണ്. ബാക്കി 3 എണ്ണം ജെനുവിന് തന്നെയാണ്. അതിലൊന്ന് സെൽഫിയാണ്. ആളുകളെ പെട്ടെന്ന് വിശ്വസിക്കുന്ന പ്രകൃതമാണോ താങ്കളുടെ? നേരത്തെ അങ്ങനെയായിരുന്നു, ഇപ്പോൾ അങ്ങനെയല്ല. കാര്യങ്ങളെ മുൻവിധിയോടെയാണോ സമീപിക്കാറ്? ഇല്ല, പ്രെജുഡൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ മുൻവിധിയോടുകൂടി ഏത് കാര്യത്തെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നു, നമുക്ക് യഥാർത്ഥമായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടത്തില്ല. കോടതികളോടുള്ള എല്ലാ ബഹുമാനവും വെച്ച് പറയുകയാണ്, എൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ പ്രെജുഡൈസ്ഡ് രീതിയിലാണ് മിക്ക കോടതികളും ഫേസ് ചെയ്യുന്നത്. കാര്യം അതിനകത്തൊരു സെൻസേഷണൽ
മാത്രമായിട്ടാണ് അവർ കാണുന്നത്. ആക്ച്വലി കേസിൻ്റെ മെറിറ്റും ഡിമെറിറ്റും ആരും ശരിക്കും നോക്കുന്നില്ല. ശരിക്കും ഈ കേസ് എന്താണെന്ന് സ്റ്റഡി ചെയ്താൽ ശരിക്കും ഒരു ഡിസ്ചാർജ് പെറ്റീഷനിൽ അവസാനിക്കാവുന്ന കേസുകൾ മാത്രമേ ഉള്ളൂ. ഡിസ്ചാർജ് പെറ്റീഷൻ കൊടുത്തു കഴിഞ്ഞാൽ, അതായത് നമ്മൾ ചാർജ് ഫ്രെയിം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ കേസ് നിലനിൽക്കില്ല എന്ന് 100% അടിവരെ ഇട്ട് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ലീഗൽ പോയിന്റ്സ്, അത്രത്തോളം ലീഗൽ ലൂപ്പ് ഹോൾസ് ഉള്ള ഒരു കേസുകളാണ്, ചാർജ് ഷീറ്റുകളാണ് മിക്കതും. അപ്പോൾ അങ്ങനെയുള്ള അതിനെ സ്റ്റഡി ചെയ്ത് അവർക്ക് മനസ്സിനകത്തുണ്ട് ഈ കേസ് നിൽക്കില്ല. പക്ഷേ അപ്പം സെൻസേഷണൽ അല്ലെങ്കിൽ പബ്ലിക് എന്ത് വിചാരിക്കും, മീഡിയാസ് എന്ത് എഴുതും, ഇങ്ങനെയുള്ള വിഷയങ്ങൾ കൊണ്ട് യഥാർത്ഥത്തിൽ ഒരു സാധാരണക്കാരന് കിട്ടുന്ന അത്രയും നീതി പോലും അല്ലെങ്കിൽ ന്യായം പോലും എനിക്ക് കേസുകളിൽ നിന്ന് കിട്ടില്ല. കേസന്വേഷണം നടക്കുന്നു, നിയമ നടപടികൾ പുരോഗമിക്കുന്നു. ആ സമയത്ത് സരിതയ്ക്ക് കോടതിയിൽ വിശ്വാസമില്ല എന്നാണോ? പൂർണ്ണമായും കോടതിയെ വിശ്വാസമില്ലാത്ത ഒരവസ്ഥ എനിക്കില്ല. പക്ഷെ കോടതിയുടെ നിസ്സഹായാവസ്ഥ ചില സ്ഥലങ്ങളിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. കോൺഗ്രസിലെ നേതാക്കൾ തന്നെയാണ് സരിതയെ മിസ്യൂസ് ചെയ്തത്. അതെന്റെ പേഴ്സണൽ വിഷയം അല്ലേന്നാ ഞാൻ ചോദിക്കുന്നത്. റിലേറ്റഡ് വിത്ത് ദിസ് ഒഫീഷ്യൽ തിങ്സ്. അതുമായിട്ട് കേസുമായിട്ട് ഒരു ബന്ധവും ഇല്ല. ഇപ്പം എന്ന് വെച്ചാൽ സോളാർ കേസിനെയാണ് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസുമായിട്ട് ലിങ്ക് ചെയ്ത് പറയുന്നത്. യഥാർത്ഥത്തിൽ സോളാർ കേസ് നത്തിങ്, ഒന്നുമില്ല. ശരിക്കും ഒരു സോളാർ വിഷയവുമായി ബന്ധപ്പെട്ടല്ല മിസ്യൂസ് നടന്നിട്ടുള്ളത്. മിസ്യൂസ് നടന്നിട്ടുള്ളത് അങ്ങനെയല്ല, അല്ലാതെ പല വ്യക്തിപരമായ കാര്യങ്ങൾക്കും പോയിട്ടുണ്ട്. നമ്മളുടെ പല കാര്യങ്ങളും സാധിക്കാനും അല്ലെങ്കിൽ വേറൊരു പാർട്ടികളുടെ ഏതെങ്കിലും ഒരു കാര്യം, ഇപ്പം നമ്മൾ കോൺഗ്രസുമായിട്ട് നിൽക്കുന്നു അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുമായിട്ട് നിൽക്കുന്നു, ആ പാർട്ടിയിലെ നേതാക്കന്മാരെ കൊണ്ട് എന്തെങ്കിലും ഒരു വ്യക്തിപരമായ കാര്യമോ അല്ലെങ്കിൽ മറ്റൊരാളുടെ കാര്യമോ സാധിക്കാൻ വേണ്ടി സംസാരിച്ചാൽ പോലും അതിൽ ചൂഷണം വരാം. ഞാൻ ചോദിക്കുന്നത്, അപ്പോ അവനവന്റെ സ്വന്തം കാര്യം സാധിക്കാൻ എന്ന രീതിയിലാണെങ്കിലും ആളുകളെ പ്ലീസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് സരിതയ്ക്ക്. അങ്ങനെ പ്ലീസിങ് എന്ന് പറഞ്ഞിട്ട് ഞാൻ വിട്ടുവീഴ്ചയ്ക്ക് വിധേയ ആകാതിരുന്നപ്പോൾ അതില് കുറച്ച് എന്താ പറയാ ഒരു ബലപ്രയോഗം നടന്നിട്ടുണ്ട്. അതല്ലാണ്ട് വിഷയം മാത്രമാണ്. ബാക്കിയുള്ളവരുടെ ആരെയും കാര്യം ഞാൻ കമന്റ് ചെയ്തില്ല. മിസ്യൂസ് ചെയ്തത് കോൺഗ്രസ്സുകാർ തന്നെയാണെന്ന് ഞാൻ പറയുന്നില്ല. അതില് കോൺഗ്രസ്സുകാർ തന്നെയാണെന്ന് അത് തെറ്റിദ്ധാരണയാണ്. ഇത്രയധികം കേസ്, നൂലാമാലകള്, ഭീഷണി, ബ്ലാക്ക് മെയില് ഇതെല്ലാം ഉണ്ടായിട്ടും പാറ പോലും ഉറച്ചു നിൽക്കുന്നു സരിത എന്ന സ്ത്രീ. എന്തു തോന്നുന്നു സ്വയം? എനിക്ക് തോന്നുന്നത്, എനിക്ക് തോറ്റു ഓടുന്നത് ഇഷ്ടമല്ല. അതൊന്നാമത്തെ വിഷയം. 2, നമ്മളും മരിച്ചാൽ ഒരു പ്രാവശ്യമല്ലേ മരിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ എന്തെങ്കിലും ഒരിക്കൽ മരിക്കും എന്ന് പറഞ്ഞ് ഇന്നേ മരിച്ചു കിടക്കാൻ പറ്റില്ല. അപ്പം അതിനോട് എനിക്ക് യോജിപ്പില്ല. പോകുന്നിടം വരെ മാക്സിമം മുമ്പോട്ട് പോവും. നമ്മൾ ഫൈറ്റ് ചെയ്യും. മരിക്കാൻ യോഗമുള്ള സമയം അതിനിപ്പം ആരെന്ത് ചെയ്താലും നമ്മൾ ആ സമയത്ത് പോയിരിക്കും. പിന്നെ അതോർത്തൊന്നും എനിക്ക് ടെൻഷനില്ല. ഒരാൾ കൊല്ലും എന്ന് ഓർത്തിട്ടോ. സരിത ഏതെങ്കിലും തരത്തിലുള്ള തെറ്റ് മനസ്സറിവോടെയോ മനസ്സറിവില്ലാതെയോ തെറ്റ് ചെയ്തു എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഞാൻ തെറ്റ് ചെയ്യാത്ത സ്ത്രീയല്ല. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്. കാര്യം എനിക്ക് ഇപ്പം ഞാൻ വിചാരിക്കുന്നത് ഇത്രത്തോളം ധൈര്യം എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ബിജു രാധാകൃഷ്ണൻ്റെ കൂടെ നിന്നപ്പോൾ എനിക്ക് ഇതിൻ്റെ 10-ൽ-1 അംശം പോലും രക്ഷപ്പെടാൻ തോന്നിയില്ലല്ലോ എന്ന്. അതെൻ്റെ ഒരു തെറ്റാണ്. കാര്യം അയാൾ ചെയ്ത കുറേ കാര്യങ്ങൾ തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് നമുക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. നമുക്ക് കൂട്ടു നിൽക്കേണ്ടി വന്നു. അപ്പം അത് നമ്മുടെ മിസ്റ്റേക്കാണ്. നമുക്ക് ആ സമയത്ത് രക്ഷപ്പെടാൻ ഇന്ന് എനിക്ക് തോന്നുന്നു അന്ന് ആ സോഴ്സ് യൂസ് ചെയ്യാമായിരുന്നു, ഈ സോഴ്സ് യൂസ് ചെയ്യാമായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് അതിനെപ്പറ്റി ചിന്തിക്കാനോ അങ്ങനെയുള്ള ഒരു സോഴ്സ് യൂസ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഇല്ലാതെ പോയി. അതെൻ്റെ ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ആ ഒരു പശ്ചാത്താപമുണ്ട്. പിന്നെ അത് നമുക്ക് റിപ്പൻറ്റ് ചെയ്താലും തിരിച്ചു പിടിക്കാൻ പറ്റുന്ന വിഷയങ്ങളല്ല. ഒരുപക്ഷെ നമ്മുടെ ലൈഫിൻ്റെ ഗതി മാറിപ്പോകാമായിരുന്ന സ്ഥലത്താണ് നമ്മളവിടെ മിസ്റ്റേക്ക് ചെയ്തത്. അപ്പോൾ അത് നമുക്ക് ഒരിക്കലും ചേഞ്ച് ചെയ്യാവുന്നൊരു വിഷയമല്ലല്ലോ. എന്താണ് സ്വപ്നം? സ്വപ്നം സമാധാനപൂർണമായ ഒരു ജീവിതം. വിവാദങ്ങളില്ലാതെ എല്ലാ പെണ്ണുങ്ങളുടെയും കൂടെ എല്ലാ സ്ത്രീകളും ജീവിക്കുന്നത് പോലെ സമാധാനമായ ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കുക. കേസുകളെല്ലാം കഴിഞ്ഞ് സെറ്റിൽഡ് ആകാണ്. അതെല്ലാം അപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കണം എന്നൊരാഗ്രഹം വരാനുള്ള സാധ്യതയുണ്ടോ? പ്രത്യേകിച്ച് കോൺഗ്രസുമായി വളരെ അടുത്ത ബന്ധമുണ്ട് സർ. അങ്ങനെ ഇന്ന പാർട്ടി ഇന്ന ഇതൊന്നൊന്നുമില്ല. പക്ഷേ നമ്മുടെ വേവ് ലെങ്തുമായിട്ട് മാച്ച് ചെയ്യുന്ന ഏത് പാർട്ടിയാണെങ്കിലും, അതിപ്പം കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, BJP അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ ലിസ്റ്റിൽ ഇഷ്ടംപോലെ ഉണ്ട്, അതിൽ അങ്ങനെയില്ല. എൻ്റെ വേവ് ലെങ്തുമായിട്ട് മാച്ച് ചെയ്യുന്ന, നമുക്ക് ഓരോരുത്തർക്കും ഓരോ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ അതുമായിട്ട് യോജിച്ച് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് അതിൽ ജോയിൻ ചെയ്യും, പ്രവർത്തിക്കും. 100% ഉറപ്പാണ്. രാഷ്ട്രീയത്തിൽ കാണാമെന്ന് ഞാൻ പറയില്ല. അങ്ങനെ നമുക്ക് ഫ്യൂച്ചർ പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു ചാൻസ് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും. കാര്യം എന്ന് പറഞ്ഞാൽ അത് സോഷ്യൽ
കമ്മിറ്റ്മെന്റ്സിന് പറ്റിയ നമ്മൾ ഫുൾഫിൽ ചെയ്യാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. പൊളിറ്റിക്സിന് നമ്മൾ ഒരിക്കലും എന്താ പറയുക, കക്ഷി രാഷ്ട്രീയം എന്ന് പറഞ്ഞ് വേർതിരിക്കരുത്. അതിൽ സരിത കോൺഗ്രസ് ആണ് അല്ലെ കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറയരുത്. ഒരു സ്ത്രീ എന്ന നിലയിൽ ഇതൊരു വനിതാ ചാനലാണ്. സ്ത്രീ സമൂഹം ഒരുപാട് ഒരു ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ഒക്കെ ഏറ്റുവാങ്ങിയ സ്ത്രീയാണ് സരിത. ഒരു സ്ത്രീ എന്ന നിലയിൽ സ്ത്രീ സമൂഹത്തോട് സരിതയെക്കുറിച്ച് എന്താ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഭാഗത്ത് വന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സുകൊണ്ട് പലപ്പോഴും നോ പറയാൻ ആഗ്രഹിക്കുന്ന പല സന്ദർഭങ്ങളുണ്ട്. ഇപ്പം പറയണം എന്ന് ആഗ്രഹിക്കും. പക്ഷെ ആ സമയത്ത് നമ്മൾ നോ പറയാതിരിക്കുമ്പം നമ്മൾ ഭയങ്കരമായ ദുരന്തം ഏറ്റുവാങ്ങേണ്ടി എനിക്ക് വന്നിട്ടുണ്ട്. ഒത്തിരി അനുഭവങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ കഴിവതും അവോയ്ഡ് ചെയ്യുക. ഇഷ്ടമില്ലാത്തത് കണ്ടാൽ അപ്പോൾ തന്നെ ഇഷ്ടമില്ല, അല്ലെങ്കിൽ നോ, എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയാൻ പഠിക്കണം. അത് ഏറ്റവും വലിയൊരു സ്ത്രീയെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു വിജയമായിരിക്കും. അത് എന്നെ കൊണ്ട് പറ്റില്ല, ഇത് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അത് ശരിയോ തെറ്റോ എന്തോ ആയിക്കോട്ടെ, ചിലപ്പോൾ നമുക്ക് അതുകൊണ്ട് നഷ്ടങ്ങൾ വരും. പക്ഷെ ആ നഷ്ടങ്ങളുടെ റിസ്ക് നമുക്ക് മാത്രമായിരിക്കും. ചീത്ത വരുമ്പോഴും നമ്മൾ മാത്രമേ അനുഭവിക്കാൻ ഉണ്ടാവുള്ളൂ. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ കല്ലെറിയാനും ആൾക്കാർ കാണും. മറ്റത് കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ലെന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നോ പറയണം, പറയേണ്ട സ്ഥലത്ത് നോ പറയണം. നമുക്കിഷ്ടമില്ലാത്ത ഒരു കാര്യങ്ങളും നമ്മൾ ചെയ്യരുത്. 2, എന്ത് പ്രതിസന്ധി വന്നാലും അതിനും ഒരു പോസിറ്റീവ് വശം ഉണ്ടാവും. കേസുമായി ബന്ധപ്പെട്ട 100 തിരക്കുകൾക്കിടയിലും സഖി ടിവിയുടെ സ്പോർട് റിപ്പോർട്ടറോട് മനസ്സ് തുറന്ന സരിതയ്ക്ക് എല്ലാവിധ ആശംസകളും നന്ദിയും. താങ്ക് യു വെരി മച്ച്.